വെൽക്കം ബാക്ക് ടു ഉസ്മാനിയ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നിതാ നമ്മൾ വീട്ടിൽ പോകുന്ന ഒരു ഫ്രൈഡേ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ നമ്മൾ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ട്രെയിൻ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ട്രെയിനിൻ്റെ അകത്ത് അങ്ങനെ കൂടുതൽ ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളെ വിൻഡോ സീറ്റ് മുഴുവൻ ഒഴിഞ്ഞു കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്ത് പറ്റി നമ്മളെ ട്രെയിനിന് എന്താണ് ഇങ്ങനെ കാലി കിടക്കണമെന്ന് മനസ്സിലാവാതെ നമ്മളിതാ എല്ലാ വിൻഡോ സീറ്റിലും കയറി ഇരുന്ന് നോക്കുകയാണ് കേട്ടോ. എവിടെ ഇരിക്കണം എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. അങ്ങനെ എന്തായാലും നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും ഓരോരോ വിൻഡോ സീറ്റിൽ പോയി ഇരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു 12:30-1 മണിയൊക്കെ ആവാറായപ്പോഴേക്ക് നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ നല്ല മഴയായിരുന്നു. അങ്ങനെ മഴയും കൊണ്ട് വീട്ടിലെത്തിയോണ്ടാണോ എന്നറിയില്ല, രാവിലെ ആയപ്പോഴേക്ക് നല്ല തുമ്മലും ചീറ്റലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ രാവിലെ തന്നെ നമ്മൾ ആവി പിടിക്കുകയാണ്. അങ്ങനെ ആവി പിടിക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ ക്ലീനിങ് പരിപാടികളും കഴിഞ്ഞ് കുളിച്ച് ഫ്രഷായിട്ട് ഞാനൊക്കെയും കൂടെ നേരെ ഒരു ഹോട്ടലിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇന്ന് വീട്ടിൽ ഉപ്പയും ഉമ്മയൊന്നും ഇല്ല കേട്ടോ. അവരൊക്കെ ഉമ്മൻ്റെ ഒരു കസിൻ്റെ വീട്ടിലേക്ക് പോയിട്ടുള്ളതാണ്. കാരണം അവിടെ സൺഡേ ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അവർ ഫ്രൈഡേ തന്നെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളും അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ സൺഡേ പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കുവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മാത്രമല്ലെന്ന് വിചാരിച്ചിട്ട് ഞാനും ഇക്കയും കൂടെ ആ ഹോട്ടലിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ കുറേ ഇക്കനോട് പറയുന്നു എനിക്ക് മീൻ കഴിക്കണം എന്നുള്ളത്. കാരണം നമ്മളെ ഹോസ്റ്റലിൽ എനിക്ക് ഒട്ടും കിട്ടാത്തൊരു സാധനം എന്ന് പറയുന്നത് ഫിഷ് ഐറ്റംസ് ആണ് കേട്ടോ. നമുക്ക് അവിടുന്ന് ചിക്കൻ കിട്ടും, പിന്നെ വെജിറ്റബിൾ ഐറ്റംസ് ഒക്കെ കിട്ടും. പക്ഷേ മീൻ ഫ്രൈ ആയിട്ടോ കറി ആയിട്ടോ ഒക്കെ കിട്ടുക എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കലൊക്കെ കിട്ടിയാലായി. ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തീരെ കിട്ടാത്തൊരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നാട്ടിൽ വരുമ്പോൾ മീൻ കഴിക്കാൻ ഭയങ്കര കൊതിയാണ് കേട്ടോ. അപ്പം നമ്മൾ നേരെ നമ്മളെ ബേപ്പൂർ ഉണ്ടായിരുന്ന ഒരു സീ ഫുഡ് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് അവിടെ നിന്ന് ഫുഡ് കഴിച്ച് നേരെ നമ്മൾ വേറൊരു കസിൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നല്ല മാങ്ങ ഉണ്ടായിരുന്നു അവരുടെ മാവിൻ്റെ മുകളിൽ. അപ്പോൾ ഇക്ക മാവിൻ്റെ മുകളിൽ നിന്ന് മാങ്ങ പറിച്ച് താഴെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സൈസുള്ള നല്ല മാങ്ങയാണ് കേട്ടോ. അപ്പം ഇക്കതാ ഒരു കവറിൻ്റെ അകത്ത് മാങ്ങ ഇട്ടിട്ട് ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് അത് അമ്മിമ്മൽ വെച്ചിട്ട് ആ ഒരു മാങ്ങ പൊളിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. പക്ഷെ അത് ചീറ്റിപ്പോയി ഗൈസ്, ഫുള്ള് ഇതാ പുറത്തായി. അങ്ങനെ എന്തായാലും ആ ഒരു പരിശ്രമം പാളിപ്പോയി എന്ന് മനസ്സിലാക്കിയിട്ട് ഇനി ഇതാ കത്തി വെച്ചിട്ട് നമ്മൾ ആ മാങ്ങയൊക്കെ കട്ട് ചെയ്ത് ഇടുകയാണ്. അങ്ങനെ എന്തായാലും മാങ്ങ കട്ട് ചെയ്തിട്ടിട്ടാണെങ്കിലും ലാസ്റ്റ് അവർ മുളകും ഉപ്പൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ചക്ക ഉണ്ടായിരുന്നു. അപ്പോൾ ചക്കയും മാങ്ങയൊക്കെ എൻ്റെ വീട്ടിലാണെങ്കിലും ഇക്കൻ്റെ വീട്ടിലാണെങ്കിലും കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള 2 സാധനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വക സാധനങ്ങളോടൊക്കെ എനിക്ക് ആഗ്രഹവും ഭയങ്കരമാണ് കേട്ടോ. പിന്നെ മാങ്ങയൊക്കെ കൊതിയാണെന്ന് ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത് അവർ ചോദിക്കുക വിശേഷം ഉണ്ടോ എന്നുള്ളതാണ്. ഈ ഒരു ചോദ്യത്തിൽ ഞാൻ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവുന്നതുകൊണ്ട് തന്നെ ഞാൻ പലരുടെ വീട്ടിലും മാങ്ങ ഉണ്ടെങ്കിലും എനിക്ക് വേണമെന്ന് പറയാറില്ല കേട്ടോ. പക്ഷേ ഇവരെ വീട്ടിൽ നിന്ന് അവർ കണ്ടെന്ന് എനിക്ക് മാങ്ങ തന്നു കേട്ടോ. അങ്ങനെ എന്തായാലും നമ്മളിതാ മാങ്ങ കഴിക്കുകയാണ്. ഞാനും ഇക്കയും കൂടെ ഇരുന്നിട്ട് അവിടെ TV ഒക്കെ കണ്ട് അങ്ങനെ മാങ്ങ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്ത് പിന്നെ നമ്മൾ ഇനി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നേരത്തെ അവിടെ ചക്ക നമ്മൾ കണ്ടല്ലോ, അപ്പം എനിക്ക് ചക്കയോടും ഭയങ്കര ഇഷ്ടമാണെന്ന് കണ്ടുകൊണ്ട് അവർ നമുക്ക് ചായക്കും ചക്ക തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു വീട്ടിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ ഇപ്പം ഞാൻ തൊട്ട് കാണിച്ചിട്ടുള്ളത്. അതിനെന്താ പേരൊന്നും എനിക്കറിയില്ല, പക്ഷെ അത് തട്ടിക്കഴിഞ്ഞാൽ വരുന്ന ആ ഒരു സൗണ്ട് ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനത് കുറേ ഇങ്ങനെ തട്ടിക്കളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ ചക്കയും ചായയും ഒക്കെ കഴിച്ച് അവിടുന്ന് 3 മാങ്ങ നമ്മൾ കവറിൽ പാർസലാക്കിയിട്ട് നേരെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വരുന്ന വഴിക്ക് പിന്നെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട് അവൾ വർക്ക് ചെയ്യുന്ന ജ്വല്ലറിയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൾ നമുക്ക് അവിടുത്തെ ഓരോ ഓർണമെൻറ്റ്സും വാച്ചൊക്കെ ഇങ്ങനെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇക്ക അവിടുന്ന് ഒരു വാച്ച് കണ്ട് ഇഷ്ടമായിട്ട് ആ ഒരു വാച്ച് ഇട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നെ ഇവിടെ ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. നമ്മൾ ആൻറ്റീക്കിലാണെന്നുണ്ടെങ്കിലും ലൈറ്റ് വെയ്റ്റ് ഓർണമെൻറ്റ്സിലാണെങ്കിലും ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു വാച്ച് ഇക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്ക ഈ ഒരു വാച്ച് ഇട്ട് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇക്കൊക്കെ ഇട്ടിട്ടും നല്ല ഭംഗിയുണ്ടായിരുന്നു. ജസ്റ്റ് നമ്മൾ നോക്കുക മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒന്നും പർച്ചേസ് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അവളെ കാണാൻ പോയ സമയത്ത് ജസ്റ്റ് നോക്കിയെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ നമ്മളിങ്ങനെ ഓരോ ഓർണമെൻറ്റ്സും നോക്കി നിന്ന സമയത്ത് എനിക്ക് ഭയങ്കര അതിശയം തോന്നിയിട്ടുള്ള ഒരു ഐറ്റം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ബാക്കിയുള്ള ഓർണമെൻറ്റ്സ് അവൾ ഒരുപാട് എനിക്ക് ലൈറ്റ് വെയ്റ്റ് ഓർണമെൻറ്റ്സ് ഒക്കെ കുറേ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മളങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഉള്ളതായിരുന്നില്ല. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു ക്യൂരിയോസിറ്റി തോന്നി
തോന്നി. കാരണം ഇത് വെറും അരപ്പവൻ്റെ ഉള്ളിൽ വരുന്ന ഒരു ചെയിനാണെന്ന് അവൾ പറഞ്ഞപ്പോൾ സത്യമായിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത്രയും എനിക്കൊരു അതിശയം തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനത്തെ ഒരുപാട് കളക്ഷൻസ് അവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും അവിടുന്ന് കുറേ നേരം നമ്മൾ ഓർണമെൻറ്റ്സൊക്കെ നോക്കി അവളോട് സംസാരിച്ചിരുന്നു. അങ്ങനെ അവിടുന്ന് നേരെ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് സൂപ്പർ മാർക്കറ്റിലേക്കാണ്. എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു, വീട്ടിലേക്കും കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിയതാ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഇക്കൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വേറൊരു ഷോപ്പിലേക്കാണ്. അപ്പോൾ അവിടെ ഇക്കൻ്റെ ഫ്രണ്ടിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് അവർ വൈഫിന് ഗിഫ്റ്റ് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സർപ്രൈസ് ഗിഫ്റ്റാണ്. അപ്പോൾ നമ്മൾ പോയപ്പോൾ അവർ ആ ഗിഫ്റ്റൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെ ഇക്കൻ്റെ ഫ്രണ്ടിനെയും കണ്ട് അങ്ങനെ നമ്മൾ പിന്നെ ഇന്ന് രാത്രി ഫുഡ് നമ്മൾ പുറത്തുനിന്നാണ്. അപ്പോൾ ഇന്ന് നമ്മൾ രാത്രി കഴിക്കുന്നത് കപ്പയാണ് കേട്ടോ. കപ്പ ബിരിയാണി എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇതേപോലത്തെ ഇങ്ങനത്തെ നാടൻ ഫുഡുകളോടാണ് കേട്ടോ താല്പര്യം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ കപ്പ ബിരിയാണി കഴിച്ച് അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇത് പിറ്റേ ദിവസമാണ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ഉമ്മയും ഉപ്പയൊക്കെ നമ്മളൊരു കസിൻ്റെ വീട്ടിൽ പ്രോഗ്രാമായിട്ട് അവിടേക്ക് പോയിട്ടുള്ളതാണെന്നുള്ളത്. അപ്പോൾ ആ ഒരു പരിപാടി കൂടാൻ വേണ്ടിയിട്ട് ഞാനും ഇക്കയും കൂടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ ജങ്കാർ വഴിയാണ് പോകുന്നത്. അങ്ങനെ ജങ്കാറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ടൈം കുറച്ചും കൂടെ ലാഭിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. പിന്നെ ഈ ഒരു വെയിലും കൊണ്ട് ഇത്രയും ദൂരം ട്രാവൽ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ ബെറ്ററായിട്ടുള്ള ഓപ്ഷനാണ് ഈ ഒരു ജങ്കാർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ജങ്കാറിലാണ് പോകുന്നത്. അപ്പോൾ ജങ്കാർ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ആളുകളൊക്കെ ഇറങ്ങുന്നുണ്ട്, വണ്ടികളും കുറേ ആൾക്കാരൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും ഇറങ്ങിയതിന് ശേഷം പിന്നെ നമ്മൾ ഇതിൽ കയറിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ജങ്കാർ ഇനി നേരെ നമ്മൾ ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ജങ്കാർ ഇറങ്ങിയതിന് ശേഷം പിന്നെ അവിടുന്ന് കുറച്ചും കൂടെ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ ഈ പ്രോഗ്രാം നടക്കുന്ന നമ്മളെ കസിൻ്റെ വീട്ടിലേക്ക്. അങ്ങനെ പിന്നെ ആ ഒരു പ്രോഗ്രാമിന് പങ്കെടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് വേഗം തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം സൺഡേ 4 മണിക്ക് എനിക്ക് ട്രെയിൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ എത്തി ഫുഡ് കഴിച്ച് വേഗം തന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവിടുന്ന് പ്രോഗ്രാമും കഴിഞ്ഞ് നേരെ വീട്ടിലെത്തി പിന്നെ ബാഗൊക്കെ പാക്ക് ചെയ്ത് നേരെ പിന്നെ എറണാകുളത്തേക്ക് പോകാനുള്ള പ്രിപ്പറേഷൻസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞാനിതാ നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ കോഴിക്കോട് നിന്ന് ട്രെയിനിൽ കയറുമ്പോൾ സത്യം പറഞ്ഞാൽ കാല് കുത്താനുള്ള അത്രയും സ്പേസ് കിട്ടൂല, അത്രയും തിരക്കാണ്. പക്ഷേ എറണാകുളത്ത് എത്താറായല്ലോ നമ്മൾ ട്രെയിൻ ഫുള്ള് കാലിയാണ് കേട്ടോ. ഇനി അഥവാ നമ്മൾ ട്രെയിനിൽ കയറിയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പുഴുങ്ങാനിട്ട പോലെയാണ്. കാരണം മുകളിലും ആൾക്കാർ നമ്മളെ ലഗേജ് വെക്കുന്ന സ്ഥലത്ത് ആളുകൾ ഇരുന്നിട്ട് കാലിങ്ങനെ നീട്ടി നെക്സ്റ്റ് സീറ്റിലേക്ക് വെക്കുന്നതുകൊണ്ട് നമുക്ക് മുകളിൽ നിന്നുള്ള ഫാൻ്റെ കാറ്റും കിട്ടൂല. താഴത്ത് വിൻഡോ സീറ്റിൻ്റെ അവിടെ ആളുകൾ ഫുള്ള് ജാമായിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ അവിടെ നിന്നും കാറ്റ് കിട്ടാതെ ശരിക്കും ഇരുന്നാലും നിന്നാലും പുഴുങ്ങാനിട്ട പോലെയാണ് ട്രെയിനിൽ വരുന്നത്. പക്ഷേ എറണാകുളത്ത് എത്താറാകുമ്പോൾ ഇതേപോലെ കാലിയായിട്ട് സീറ്റ് കിട്ടും കേട്ടോ. എന്തായാലും കുറച്ച് സമയം നമുക്ക് ഫ്രീ ആയിട്ട് ഈ ഒരു ജനറലിൽ വരാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കേട്ടോ. എന്തായാലും നമ്മളിതാ എറണാകുളത്ത് എത്തിയിട്ടുണ്ട്. എറണാകുളത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്ഥിരം കാണുന്ന ഒരു വല്ലാത്തൊരു കാഴ്ചയാണ് കേട്ടോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് ചില സമയത്ത് എസ്കലേറ്ററിനോട് ഒരു പാവമൊക്കെ തോന്നും. പാവം എത്ര വെയിറ്റാണില്ലേ താങ്ങുന്നതെന്നൊക്കെ തോന്നും. പിന്നെ നമുക്ക് ഇതിൽ കയറല്ലാതെ വേറെ വഴിയില്ല. പാവം വിചാരിച്ചിട്ട് കയറാതെ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ കാര്യങ്ങൾ നടക്കില്ലല്ലോ. അപ്പോൾ എന്ത് കഴിഞ്ഞാലും നമ്മളിതാ എക്സ്കലേറ്ററിൽ കയറിയതാ നേരെ ഹോസ്റ്റലിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമ്മളുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങിക്കിടക്കണ നമ്മളെ ഫ്രണ്ട്സിനെ ഒന്നും ബുദ്ധിമുട്ടിക്കാതെ മെല്ലെ കയറി ചെന്നിട്ട് ഫ്രഷായി ഫുഡും കഴിച്ച് വേഗം കിടന്നുറങ്ങണം എന്നുള്ളതാണ്. കാരണം നാളെ ഡ്യൂട്ടി ഉള്ള ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം ഉറങ്ങണം. നമ്മൾ ഹോസ്റ്റലിൽ എത്തുമ്പോഴേക്കും ഏകദേശം 10:30 ആ ഒരു ടൈം ആവട്ടോ. നമ്മൾ കോഴിക്കോട് നിന്ന് 4:30 കയറി കഴിഞ്ഞാലും നമ്മൾ ഹോസ്റ്റലിൽ എത്തുമ്പോഴേക്കും ഏകദേശം 10 മണിയോടടുക്കും. പിന്നെ നമ്മൾ ഫ്രഷായി ഉറങ്ങുമ്പോഴേക്ക് 11 മണി കണക്കാവും കേട്ടോ. അപ്പോൾ എന്തായി കഴിഞ്ഞാലും നമ്മളിതാ ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഈ ഒരു ഫുഡ് കഴിക്കുന്ന വീഡിയോ എനിക്ക് തോന്നുന്നു ഞാൻ മുമ്പ് എപ്പോഴും എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പം എന്തായാലും നമ്മൾ എന്തെങ്കിലും ഒരു ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ പിന്നെ വേഗം ഉറങ്ങുകയാണ് ഉണ്ടാവുക. അപ്പം എല്ലാ തവണ വന്നാലും ഇങ്ങനെ തന്നെയാണ്. നമ്മൾ ഫുഡ് ഓൾറെഡി ചേച്ചി നമ്മളെ ഹോസ്റ്റലിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടാവും. നമ്മൾ വന്നതിന് ശേഷം അതെടുത്ത് കഴിച്ചാൽ മാത്രം മതി കേട്ടോ. അങ്ങനെ ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഫുഡ് കഴിച്ച് പിന്നെ നമ്മൾ ബെഡൊക്കെ ഒന്ന് തട്ടിയിരിച്ച് പിന്നെ കയ്യിലൊരു ബിസ്ക്കറ്റോ സ്നാക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ മെല്ലെ അകത്താക്കിയിട്ട് വേഗം തന്നെ കിടന്നുറങ്ങും. സ്നാക്സ് കഴിക്കൽ അങ്ങനെ ഇവിടെ എത്തിയതിന് ശേഷം സ്നാക്സ് കഴിക്കൽ വളരെ കുറവാണ് കേട്ടോ.
അങ്ങനെ ഇത്തവണ എന്തായാലും നമ്മളെ കയ്യിലൊരു ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മളത് കഴിച്ചു എന്ന് മാത്രം. അങ്ങനെ ബിസ്ക്കറ്റും കഴിച്ചിനി ഇതാ വേഗം തന്നെ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിലെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഇൻഷാ അല്ലാ എല്ലാവർക്കും ബൈ. താങ്ക്